ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാമാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെത്തുമാങ്ങ അച്ചാർ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടത്. പിന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത്. പിന്നെ ഇതുവരെ അച്ചാറിടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഈ അച്ചാറിൽ നിന്ന് തുടങ്ങാവുന്നതാണ്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലും വേറെ ഒരു കറിയില്ലെങ്കിലും ഈ അച്ചാറുണ്ടെങ്കിൽ ചോറ് വയ്ക്കാൻ പറ്റും. മാങ്ങാച്ചാറിടാനായിട്ട് മാങ്ങ മത്തേന്ന് പറിച്ച് ഞെട്ടോടുകൂടി പറിച്ചിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു കഴുകി തുടച്ച മാങ്ങ നമ്മൾ അരിഞ്ഞ് ഏത് വിധത്തിലും അരിയാം. ഇത്രയുള്ളൊരു മാങ്ങ ഒരു 8 കഷ്ണമൊക്കെ അരിഞ്ഞ് പാത്രത്തിൽ ഉപ്പിട്ട് വയ്ക്കും. മാങ്ങ അരിഞ്ഞിരുന്ന പാത്രത്തിലേക്ക് ഈ ചൊന ഇങ്ങനെ ഒടിച്ചിടണം. കണ്ടോ, മാങ്ങയുടെ ചൊന ഒടിച്ചിടണം. ഈ ഞെട്ട് ഭാഗം അതിലേക്ക് അരിഞ്ഞു. 2 ദിവസം കൊണ്ട് മാങ്ങ ചുങ്ങും. മാങ്ങ ഇതിനേലും ഞാൻ ഇത്രയുള്ള കഷ്ണങ്ങളാക്കിയാണ് ഇടുന്നത്. ഒന്ന് ചുരുങ്ങും. പിന്നെ വേണമെങ്കിൽ ഇതിനേലും വലുതാക്കിയും ഇടാം, 8 കഷ്ണമൊക്കെയൊക്കെ ഇടാം, അല്ലെങ്കിൽ അതിനേലും ചെറുതാക്കി ഇടാം. ഏത് വിധത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനിടാം. അച്ചാറിടാനായിട്ട് ഒരു 30ഓളം മാങ്ങ അരിഞ്ഞ് കഴിഞ്ഞ് അതിലേക്ക് കല്ലുപ്പ്, നന്നായിട്ട് കല്ലുപ്പ്, അതിന് പാകത്തിന് കല്ലുപ്പ് വാരിയിടണം. 30 മാങ്ങയുടെ അച്ചാറിടാൻ എടുത്തത്. അതിൽ 10 മാങ്ങ നമ്മൾ ചെത്തുമാങ്ങയിൽ ഇടാൻ പോകും. ചെത്തുമാങ്ങക്ക് പച്ചമുളക് പൊടി 10 മാങ്ങയാകുമ്പോൾ ഒരു ഇതേപോലെ ഒരു 6-7 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഉപ്പുകല്ലും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കടുക് പരിപ്പ് ഇടണം. കടുക് പരിപ്പ് 3 സ്പൂൺ വേണം. കടുക് പരിപ്പിലാണ് അതിൻ്റെ ടേസ്റ്റ്. കടുക് പരിപ്പ് ഇട്ടതിന് ശേഷം കായപ്പൊടി, ഇതിന് ശേഷം ഇനി ഉലുവപ്പൊടി ഇടണം. ഉലുവപ്പൊടി ഒരു 1.5 സ്പൂൺ ഉലുവപ്പൊടി മതി. 10 മാങ്ങ, വെള്ളുള്ളി 2 ചൂള വെള്ളുള്ളി, നല്ല വലിയ ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചി. ഒന്നും അടപ്പത്ത് വെച്ച് മാട്ടണ്ട. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നല്ല വെള്ളം വരുന്ന, ഇതൊക്കെ വെള്ളം മാങ്ങയിൽ വരും. നല്ല വെള്ള തുണി, കോട്ടൺ തുണി എടുത്ത് ഉപ്പിടെ മുകളിൽ, അച്ചാറിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് വിനാഗിരി, കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ല മുറുക്കി കെട്ടി വെക്കും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എടുക്കാം. ചെത്തുമാങ്ങ അച്ചാറിലേക്ക് പച്ചമുളകിന് പകരം നമ്മൾ കാന്താരി മുളക് കുറച്ചിട്ടാൽ ടേസ്റ്റ് വേറെ ഒന്നായിരിക്കും. ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിക്കാൻ വേണ്ടി. മതി, 2 കയ്യിൽ വിനാഗിരി. ചെത്തുമാങ്ങ അച്ചാർ റെഡി. കുപ്പിയുടെ അടിയിൽ കുറച്ച് വിനാഗിരി ഒഴിക്കണം. അത് കഴിഞ്ഞ് കടുകെണ്ണ, കുറച്ച് കടുകെണ്ണ, ഉപ്പൽ വരാതിരിക്കാനാണ്.
കുപ്പിയിലേക്ക് നിറക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ല വെള്ളമില്ലാത്ത ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം. അതിനുശേഷം പിന്നെ കോരിയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാൻ പാടില്ല. അപ്പോൾ നല്ല ആഴ്ച കഴിയുമ്പോൾ നല്ല വെള്ളമെല്ലാം വന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ കുപ്പിയിൽ നിറച്ച് നമ്മൾ അച്ചാർ നിറച്ച് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കോട്ടൺ തുണി, വെള്ള വൈറ്റ് കോട്ടൺ തുണി എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ഈ കുപ്പിയുടെ അടയാളത്തിൽ ഇങ്ങനെ നല്ല 2 മടക്കിലിട്ടിട്ട് ഇങ്ങനെ നല്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി, കുറച്ച് കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം. അതിങ്ങനെ നല്ല കെട്ടി വയ്ക്കുക.